ഹായ് ടു ഓൾ. ഇത് കണ്ടോ, ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബഹറിൻ്റെ വേറൊരു നല്ല ഗ്രീനറിയുടെ സ്ഥലത്താണ്. സൂര്യോദയം ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ വളരെ മനോഹരമായ സൂര്യോദയങ്ങളും സൂര്യാസ്തമയവും കിട്ടുന്നൊരു രാജ്യമാണ് ബഹ്റിൻ. കാരണം 4 സൈഡിലും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും നമുക്കത് വലിയൊരു ഗിഫ്റ്റാണ്. പല സ്ഥലങ്ങളിലും സൂര്യോദയം കാണുകയാണ്, കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അല്ല, ഇവിടെ എന്നും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ, എന്നും നമുക്ക് കാണാം. അതിന് ഞാൻ റിഫയിൽ ഇവിടെ ബഹ്റിന് വന്ന് 2008 മുതൽ റിഫയിൽ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇങ്ങനൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചത് ഇത്ര മനോഹരമായ ഗ്രീനറി ഉള്ള സ്ഥലം. അതായത് നമ്മൾ ഈ ചെറിയ എന്താ പറയുക, മഴക്കാടുകൾ എന്നല്ല, ചെറിയ കാടുകൾ, നിബിഡമാനല്ലാത്ത അതെന്ന് പറഞ്ഞാൽ ആ വനത്തിൽ എത്തുന്ന പോലെ ഒരു ഫീലാണ്. ഇങ്ങനെ കാണാം. അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഏരിയ ആണ്. ഇത് ഇവിടെ ഫെൻസ് ഇട്ടിട്ടുണ്ട്. അപ്പുറം അതിൽ കുറച്ചുകൂടെ ഇതായിട്ടുണ്ട്. ഞാനിവിടെ രാവിലെ വന്നപ്പോൾ 2 കാണാത്ത കിളികളെ കണ്ട്. ഒരു തലയിൽ നല്ല തൊപ്പി പോലുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ള കിളികളുണ്ട്. ആദ്യമായിട്ട് ആ കിളി കാണുന്നത്. കുഞ്ഞു കുരുവികളുണ്ട്. ഇതിൻ്റെ കൂടുകൾ കാണാൻ ഇതിനുള്ള പക്ഷികൾക്കുള്ള ഒരു ഹാബിറ്റാറ്റാണിത്. കുഞ്ഞുകിളി പറക്കണം. അവിടെയൊക്കെ മരങ്ങൾ അനങ്ങണ കാണാം. ഇത് റിഫയിലെ നമ്മുടെ പാർക്കാണ്. ആണ്ടാണ്ട് ആ കിളി ഇതാണ് ബുൾബുൾ വരുന്നത്. 2 കിളികളാണ് പറന്നുപോയി. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ആ ടൈപ്പ് കിളി കുറേ ഉണ്ട്. നമ്മുടെ ഒരു നാട്ടിലൊരു മരം കൊത്തി എന്ന് പറഞ്ഞ ആ ഒരു ശൈലിയായിട്ട് ഇതായിട്ട് എനിക്ക് തോന്നിയത്. വളരെ രസമാണ് അത് കാണുവാനൊക്കെ. ഇതിന് ഉള്ളിൽ കൂടെ നടക്കാം. കാരണം നമ്മൾ ഇതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല, ചപ്പുചവറുകൾ കാര്യങ്ങളൊന്നുമില്ല, ക്ലീനായിട്ടുള്ളതാണ്. നല്ല എന്താണ്, നമുക്ക് ഫ്രഷ് ഓക്സിജൻ കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മൾ മരങ്ങളുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ. കണ്ടല്ലേ, അതുകൊണ്ട് അവിടെ ആ ഭാഗത്ത് ഞാൻ വന്നത് വളരെ രസകരമാണ്. എനിക്ക് ഇങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് പോവുകയാണ്. അതായത് റിഫയിലെ നമ്മുടെ പാർക്ക് റിഫാവീസിൻ്റെ ഫ്രണ്ടിലെ വാക്കിംഗ് പാർക്കിൻ്റെ അവിടെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം അങ്ങോട്ട്. അപ്പോൾ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വർഷമായിട്ട് 17 വർഷമായിട്ട് ഞാൻ ഇന്നാണ് ആദ്യം ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ വീണ്ടും ഒരു ഗ്രീനറി ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹരിതാപം നമ്മുടെ എന്നും നമ്മുടെ മനസ്സിലുള്ളതല്ലേ അല്ലേ. അത് കാണുമ്പോൾ ഒരു കുളിരും ഒരു ഉണർവും ഉന്മേഷം സൂര്യന്